ആരംഭം വാഗ്ഭടാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. യോം പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. പ്രത്യേകിച്ചും എന്നെ ഈ സത്സംഗത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ച എൻ്റെ സുഹൃത്ത് ഡോക്ടർ മിനി, ശ്രീമതി അനിത, എനിക്ക് സ്വാഗതം ഏകിയ ശ്രീമാൻ വിനോദ്, മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു വളരെ മനോഹരമായ ഒരു സായാഹ്നം നേരുന്നു. ഞാൻ ഓരോരുത്തരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. നമുക്ക് ഇവിടെ അവതരിപ്പിക്കാനുള്ള ഒരു വിഷയം ആയുർവേദത്തിലെ ദർശനം എന്നുള്ളതാണ്. എന്താണ് ഈ ആയുർവേദം എന്നത് മനസ്സിലാക്കിയാലാണ് എന്താണ് ആയുർവേദത്തിലെ ജീവിത ദർശനം എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മള് പലരും ആയുർവേദത്തിനെ മനസ്സിലാക്കുന്നത് പലതരത്തിലായിരിക്കും. കുറെ ആളുകൾക്ക് പല തരത്തിലുള്ള അങ്ങാടിച്ചരക്കുകളിലെ ഒരെണ്ണമാണ് ആയുർവേദം. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്നാൽ ഷെൽഫുകളിൽ അല്ലെങ്കിൽ ടി വിയിലത്തെ പരസ്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒക്കെ പല തരത്തിൽ നിരന്നിരിക്കുന്ന ആരോഗ്യവർദ്ധക ഉൽപ്പന്നങ്ങളായിട്ടോ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളായിട്ടോ ഒക്കെയുള്ള വസ്തുക്കളായിട്ട് നമ്മൾ ആയുർവേദത്തിനെ പലപ്പോഴും തിരിച്ചറിയുന്നുണ്ട്. വേറെ ചില ആളുകളെ സംബന്ധിച്ച് ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൈപ്പൻ കഷായമാണ്, ദേഹത്ത് തേക്കാനുള്ള എണ്ണകൾ, കുഴമ്പുകളൊക്കെയാണ്, അല്ലെങ്കിൽ ലേഹ്യങ്ങൾ, ചവനപ്രാശം, അല്ലെങ്കിൽ അങ്ങേയറ്റം പഞ്ചകർമ്മ ചികിത്സ, ഇതൊക്കെയാണ് അവര് ആയുർവേദവുമായിട്ട് ചേർത്ത് വെക്കുക. ഇനിയും വേറെ ചില ആളുകളെ സംബന്ധിച്ച് ഏതോ ചില പ്രാചീനങ്ങളായിട്ടുള്ള ചില ആചാരങ്ങളാണ് ആയുർവേദം എന്നുള്ള നിലയിലാണ് മനസ്സിലാക്കുക. പുതിയ കാലത്ത് ആയുർവേദത്തിനെ പലതരത്തിൽ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് ഉണ്ട്. അപ്പോൾ വേറെ ചില ആളുകൾ അത്തരം പരിചയപ്പെടുത്തലുകളിലൂടെ ആണ് ആയുർവേദത്തെ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ അവരവരുടെ നിലയ്ക്ക് സ്വീകാര്യമായിരിക്കുന്ന ആയുർവേദത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളാവും. എന്നാൽ അതേ സമയത്ത് കേരളം പോലെയുള്ള ഒരു സ്ഥലത്തെ പരിഗണിച്ചു നോക്കിയാൽ ചികിത്സ എന്നുള്ള നിലയിലാണ് ആയുർവേദത്തിന് വലിയ പ്രചാരം. കേരളത്തില് ആയുർവേദം എന്ന് പറഞ്ഞാൽ അത് വളരെ ഈ സമൂഹം വളരെ കാര്യമായിട്ട് എടുക്കുന്ന, അവരുടെ പ്രാഥമിക ആരോഗ്യ ആവശ്യങ്ങൾക്കും അങ്ങനെയല്ലാത്ത കൂടുതൽ സങ്കീർണങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമൊക്കെ വളരെ വിശ്വാസപൂർവം സമീപിക്കുന്ന, പ്രത്യേകിച്ചും ഒരു ഉടൻ തന്നെ പരിഹാരം കാണേണ്ടതല്ലാത്തത് എന്ന് അവർ തീരുമാനിക്കുന്ന രോഗങ്ങൾക്കെല്ലാം തന്നെ ആയുർവേദത്തെ സമീപിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ കേരളത്തിലുണ്ട്. അപ്പൊ ഇതൊക്കെ പലതരത്തിലുള്ള ആയുർവേദത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളാണ്, സമീപനങ്ങളാണ്, പരിപ്രേക്ഷ്യങ്ങളാണ് എന്നൊക്കെ പറയാം. ഇതിൻ്റെയൊക്കെ ഒരു ഓരം പറ്റിക്കൊണ്ട് ആയുർവേദം എന്ന് പറയുന്നതിലെ ഒരു ജീവിത ദർശനം എന്താണ്? പല കാര്യങ്ങളുമുണ്ട് ആയുർവേദം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഭാരതീയമായിട്ടുള്ള ഒരു ജ്ഞാനശാഖയാണ്.
അതുപോലെ ആ ആ ഭാരതം എന്ന് നമ്മൾ പറയുന്നത് ഇന്ന് ഒരു മാപ്പിന്റെ സഹായം കൊണ്ട് ഭൂമിശാസ്ത്രപരമായി നിർണയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാരതം എന്നതിന്റെ അപ്പുറത്ത് സാംസ്കാരികമായിരിക്കുന്ന ഒരു ഭാരതം, അത് ഇന്നത്തെ ഭാരതത്തിന്റെ ഔദ്യോഗികമായ അതിർവരമ്പുകൾക്ക് പുറത്തുകൂടി വ്യാപ്തിയുള്ള ഒരു ഭാരതമാണ്. അതിൻ്റെ എല്ലാം ഒരു സഞ്ചിതമായിരിക്കുന്ന ജ്ഞാനവും സംസ്കാരവും ഒക്കെ കൂടി ചേരുന്ന ഒരു ആയുർവേദം. ആയിരക്കണക്കിന് വർഷങ്ങളിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു തത്വത്തെ, വ്യക്തിയെ, ജീവിയെ ഒക്കെ നിരീക്ഷിച്ച് അതുവഴി ശേഖരിക്കപ്പെട്ട അറിവുകളുടെ ക്രോഡീകരണം, അതിൻ്റെ വ്യവസ്ഥപ്പെടുത്തലുകൾ, അങ്ങനെ ഉരുവായി വന്നിട്ടുള്ള ഒരു ജ്ഞാനശാഖ, അത് ഒരു വലിയ പാരമ്പര്യമാണ്. എന്താണ് ഈ പാരമ്പര്യം? ജ്ഞാനത്തിന്റെ ഈ നൈരന്തര്യം, പരമ്പര എന്നാണ്. ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക്, അടുത്തതിലേക്ക് എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു നൈരന്തര്യമുണ്ട്, ഒരു നിരന്തരത ഉണ്ട് അതിനകത്ത്. എന്താണ് അത് പറയാൻ ശ്രമിക്കുന്നത്? മനുഷ്യനും അയാൾ ജീവിക്കുന്ന പ്രകൃതിയും ഇവയുടെ പാരസ്പര്യത്തെ പറ്റിയാണ് അടിസ്ഥാനപരമായി ആയുർവേദം പറയാൻ ശ്രമിക്കുന്നത്. ഈ ഒരു ബന്ധത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. എങ്ങനെ ഈ പാരസ്പര്യത്തെ ആരോഗ്യകരമാക്കാം, എങ്ങനെയായാൽ ജീവിതം സുഖകരവും ഹിതകരവും ആക്കാം, സുഖകരവും ഹിതകരവും ആക്കാം. പ്രകൃതിയുടെ തന്നെ ഭാഗമായിട്ട് നിൽക്കുന്ന നമ്മൾ എങ്ങനെയാണ് ഈ പ്രകൃതിയോട് ക്രിയാത്മകമായിട്ട്, ധനാത്മകമായിട്ട്, സന്തുലനത്തോടെ ജീവിക്കുവാൻ സാധിക്കുക? എങ്ങനെയാണ് അത് സാധിക്കുന്നത്? അങ്ങനെയുള്ളൊരു ജീവിതത്തിലൂടെ എന്താണ് മനുഷ്യൻ നേടാൻ ശ്രമിക്കുന്നത്? ഇതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള അന്വേഷണം. ഞാൻ പറഞ്ഞു, എങ്ങനെ ജീവിതം സുഖകരവും ഹിതകരവുമാക്കാം എന്ന ആലോചനയാണ് ആയുർവേദത്തിന്റെ കാതൽ. രണ്ടു വാക്കുകളാണ് അതിനകത്ത് വന്നത്, സുഖകരം, ഹിതകരം. ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ് സാങ്കേതികമായിട്ട് നോക്കിയാൽ. എന്തുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം? ആ വാക്കുകളെ മനസ്സിലാക്കുമ്പോഴാണ് അത് തെളിഞ്ഞു കിട്ടുക. സുഖകരമാക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്ന് തന്നെ അതിന് അർത്ഥം പറയാൻ സാധിക്കുകയുള്ളൂ. സുഖസപ്ഞകം ആരോഗ്യം. ആരോഗ്യം സുഖം എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ സുഖം തന്നെയാണ് ആരോഗ്യം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ജീവിതം സുഖകരമാക്കുക, ആരോഗ്യകരമാക്കുക, അതിനായി എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്യുക, ഇതെല്ലാം ആയുർവേദമാണ്. അപ്പൊ അതാണ് സുഖകരമായ ജീവിതം. എന്നാൽ അത്തരത്തില് അവനവന്റെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടി എന്തെല്ലാം ഒരാൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം മറ്റുള്ളവർക്കു കൂടി സുഖകരമാകുക. എൻ്റെ ജീവിതം സുഖകരമാകാൻ വേണ്ടി ഞാൻ എന്തെല്ലാം പ്രയത്നിക്കുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ മറ്റുള്ളവർക്ക് കൂടി സുഖകരമാകുക. അങ്ങനെ വന്നാൽ ആ ജീവിതം എന്തായി? അത് ഹിതകരം കൂടിയായി. അപ്പോ സുഖകരമാകാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം ഹിതകരം കൂടിയാക്കുന്നതെങ്ങനെ എന്നതാണ്, ആ ആലോചനയാണ് ആയുർവേദത്തിന്റെ ആകത്തുക എന്ന് വന്നു ചേരും എന്നർത്ഥം. ആയുർവേദം പഠിച്ചിട്ടുള്ള, ആയുർവേദം വൈദ്യൻ എന്നുള്ള നിലയിൽ തന്നെ ആയിട്ടുള്ള ആളുകൾ കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിൽ വളരെ ദുർലഭമല്ല. അക്കൂട്ടത്തിൽ ഏറ്റവും
പ്രാമാണികനായിട്ടുള്ള ഒരാള് ഗുരുദേവനാണ്, ശ്രീനാരായണ ഗുരുദേവനാണ്. അതുകൊണ്ടാണ് ഈ ഹിതകരത്തെയും സുഖകരത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോ ഇതാണ് ആയുർവേദത്തിന്റെ ഒരു തരത്തിൽ നോക്കിയാൽ ആകത്തുക. സുഖകരമായി ജീവിക്കുവാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം ഹിതകരം കൂടിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ വ്യക്തിയുടെ സുഖകരമായ ജീവിതം സമൂഹത്തിന്റെ മുഴുവനും സുഖകരമായ ജീവിതത്തിന് വഴി തുറക്കണം എന്നർത്ഥം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. എന്നാൽ ഈ വ്യക്തിയുടെ സുഖകരമായ ജീവിതം എന്ന് പറയുന്നത് അയാളുടെ ശാരീരികമായ സൗഖ്യത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞാൽ ആർക്കും അതിൽ നിഷേധിക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് മാത്രം പോരാ. ശാരീരികമായിരിക്കുന്ന സൗഖ്യത്തിൽ നിന്നുണ്ടാകുന്നതാണ് സുഖകരമായ ജീവിതം എന്ന് പറഞ്ഞാൽ അത് പകുതിയേ ആയുള്ളൂ. ശാരീരികമായിരിക്കുന്ന സൗഖ്യത്തോടൊപ്പം തന്നെ എന്തുകൂടി വേണം? മാനസികമായിരിക്കുന്ന സൗഖ്യത്തിന്റെ ഘടകങ്ങൾ കൂടി അതിനോട് ചേരണം എന്നർത്ഥം. അപ്പോ വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ സുഖകരമായ ജീവിതം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായിരിക്കുന്ന സൗഖ്യത്തിന്റെ ഘടകങ്ങൾ ചേർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അയാളുടെ ഹിതകരമായ ജീവിതം എന്ന് പറയുമ്പോഴോ, ഹിതകരമായ ജീവിതം എന്ന് പറയുന്ന സമയത്ത് വ്യക്തിപരമായ സൗഖ്യത്തിൻ്റെയും സാമൂഹികവും പാരിസ്ഥിതികവും കുടുംബപരവും ഒക്കെ ആയിരിക്കുന്ന സൗഖ്യത്തിൻ്റെയും ഘടകങ്ങൾ ഒന്നു ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോഴാണ് വ്യക്തിപരമായിരിക്കുന്ന സുഖകരമായ ജീവിതം വിശാലമായ ഒരു അർത്ഥത്തില് ഹിതകരമായ ഒരു ജീവിതം കൂടി ആയിത്തീരുന്നത്. അതായത് ഒരാളുടെ ജീവിതം എങ്ങനെ ലോകത്തിന്റെ മുഴുവനും സുഖത്തിന് ഉതകുന്നതാകുന്നു എന്ന് നിർണയിക്കുന്ന ഘടകങ്ങൾ തികച്ചും പരിഗണനീയങ്ങളായി തീരേണ്ടതാണ് എന്ന് ചുരുക്കം. അതാണ് ആയുർവേദത്തിന്റെ ഏറ്റവും കാതലായിരിക്കുന്ന ഒരു ആശയം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ആയുർവേദം എന്ന് പറയുന്നത് ഒരു ചികിത്സാശാസ്ത്രം എന്നുള്ള നിലയിൽ മാത്രം നിർണയിക്കപ്പെടേണ്ട ഒന്നല്ല. നിശ്ചയമായിട്ടും അതൊരു ചികിത്സാശാസ്ത്രമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചികിത്സാശാസ്ത്രം എന്നുള്ള നിലയിലാണ് ആയുർവേദത്തിന് സമൂഹത്തിൽ പ്രശസ്തി, അതിന് സംശയമില്ല. പക്ഷേ അത് ചികിത്സാശാസ്ത്രം എന്നുള്ള നിലയിൽ മാത്രം നിർണയിച്ചാൽ അത് പൂർണ്ണമായ ചിത്രത്തിന്റെ ഒരു ഭാഗികമായ വസ്തുതയെ ആയിത്തീരുകയുള്ളൂ എന്നർത്ഥം. പകരം എപ്പോഴാണ് അത് പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രമാവുക? സമഗ്രമായ സാർത്ഥകമായ ഒരു ജീവിതത്തിന് പ്രേരകമാകുന്ന ഒരു ദർശന പദ്ധതി എന്ന നിലയിൽ ആയുർവേദത്തെ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആയുർവേദത്തിനെ മനസ്സിലാക്കുക എന്ന് ചുരുക്കം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാകുന്നു. ഇനി പല ആചാര്യന്മാരും പല പല പേരുകളിലായിട്ട് രചിച്ചിട്ടുള്ള, നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലൂടെയാണ് ഈ ആയുർവേദ തത്വങ്ങളൊക്കെ പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ചരകസംഹിത എന്നൊക്കെ പറയുന്ന പുസ്തകത്തിൽ പറയും, ഈ ലോകത്തിന്റെ ദുരിതം കണ്ട് ദയാലുക്കളായിരിക്കുന്ന ആചാര്യന്മാർ, മഹർഷിമാർ എന്താണ് അതിനൊരു പരിഹാരം എന്ന് കൂടിയാലോചിച്ച്
എങ്ങനെയാണ് അതിനുള്ള ജ്ഞാനം സമാഹരിക്കുക എന്ന് അന്വേഷിച്ച് അതിനു വേണ്ടത് ചെയ്ത് ആ ശാസ്ത്രം വഴി കൈവന്ന അറിവിനെ സമഗ്രമായി വ്യവസ്ഥപ്പെടുത്തിയിട്ട് രചിച്ചിട്ടുള്ളതാണ് ഈ ഗ്രന്ഥങ്ങൾ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഭൂതേഷു അനുക്രോശ, ഭൂതങ്ങളിലുള്ള അനുകമ്പ അത് മുൻനിർത്തിയിട്ടാണ് ഈ ഈ ഈ ഗ്രന്ഥങ്ങളൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചുരുക്കം. ഈ ഗ്രന്ഥങ്ങളില് ഏത് തരത്തിലാണ് ആയുർവേദം ജീവിതത്തെ വിശദീകരിക്കുന്നത് എന്ന് അന്വേഷിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി വളരെ കൃത്യമായിട്ട് വെളിവായി കിട്ടും എന്ന് ചുരുക്കം. എങ്ങനെയാണ് സുഖകരമായ ജീവിതം ഹിതകരവും കൂടിയാക്കുക, എങ്ങനെയാണ് ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ പ്രയത്നിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് സന്ദർഭവശാൽ വന്നു ചേരുന്ന രോഗങ്ങളെ ശമിപ്പിക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ സാധിക്കുക എന്നതൊക്കെ വളരെ ലളിതമായി, ഋജുവായി, സമഗ്രമായി ഇത്തരം സംഹിതകൾ പ്രതിപാദിക്കുകയാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നോക്കിയാൽ ആയുർവേദം എങ്ങനെയാണ് ജീവിതത്തെ വിശദീകരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ആരോഗ്യത്തിന്റെ ലക്ഷണം, എന്താണ് രോഗങ്ങളുടെ ലക്ഷണങ്ങൾ, എന്താണ് ആരോഗ്യത്തിന് കാരണമായിരിക്കുന്ന ഘടകങ്ങൾ, എന്താണ് രോഗത്തിന് കാരണമായിരിക്കുന്ന ഘടകങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ ആഴവും പരപ്പുമുള്ള ഒരു പശ്ചാത്തലത്തിൽ ആയുർവേദം വിശദീകരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തെ സംബന്ധിക്കുന്ന ആയുർവേദത്തിന്റെ ദർശനം വെളിവായി കിട്ടുകയാണ് ചെയ്യുന്നത് എന്ന് ചുരുക്കം. ഇവിടെ ആരോഗ്യത്തെ സംബന്ധിച്ച് പറയുന്ന ആ സന്ദർഭത്തില് നമുക്ക് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ആരോഗ്യം എന്ന് പറയുന്നത് കേവലം ശാരീരികമായ അരോഗാവസ്ഥയല്ല എന്ന തിരിച്ചറിവാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, ആരോഗ്യം എന്ന് പറയുന്നത് കേവലം ശാരീരികമായിരിക്കുന്ന അരോഗാവസ്ഥയല്ല. എന്താ ഇത് പ്രത്യേകിച്ച് ഊന്നി പറയേണ്ടി വരുന്നത്? അതിന് കാരണം ഡോക്ടർമാരുടെയും വൈദ്യന്മാരുടെയും ആശുപത്രികളുടെയും ഒക്കെയുള്ള ഒരു സമൃദ്ധി, ആധിക്യം, അതുപോലെ ഔഷധ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ആരോഗ്യരക്ഷാ സംവിധാനത്തിന്റെ വ്യാപനം, ഔഷധ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ആരോഗ്യരക്ഷാ സംവിധാനത്തിന്റെ വ്യാപനം, ഇതെല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ വിപത്തിനൊപ്പമാണ് നമ്മുടെ സഹവാസം, ഇതിൻ്റെ ഒപ്പമാണ് നമ്മളുടെ വാസം. എന്താണ് ആ വിപത്ത്? ആ വിപത്താണ് രോഗമില്ലായ്മയാണ് ആരോഗ്യം എന്ന സങ്കല്പനം. യഥാർത്ഥത്തില് രോഗം ഇല്ലായ്മ അല്ല ആരോഗ്യം, മറിച്ച് ആരോഗ്യം എന്ന് പറയുന്നത് രോഗമൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നതിൽ മാത്രം ഒതുങ്ങാത്ത തികച്ചും ഭാവാത്മകമായ, തികച്ചും പ്രസാദാത്മകമായ ഒരു അനുഭവ വിശേഷമാണ് എന്ന് തിരിച്ചറിയപ്പെടണം എന്ന് ചുരുക്കം. ആരോഗ്യം എന്ന് പറയുന്നത് വെറും രോഗങ്ങളില്ലാത്ത അവസ്ഥ മാത്രമല്ല, വളരെ പ്രസാദാത്മകമായിരിക്കുന്ന, ഭാവാത്മകമായിരിക്കുന്ന, അതായത് ഒന്നിന്റെ അഭാവമല്ല മറ്റൊന്നിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ തിരിച്ചറിയേണ്ടുന്ന ഒരു അനുഭവ വിശേഷമാണ് എന്ന് ചുരുക്കം. എന്താ ഈ പറഞ്ഞതിന്റെ താല്പര്യം? അത് മനസ്സിലാക്കണമെങ്കിൽ
ആരോഗ്യത്തിന് ആയുർവേദം നൽകുന്ന ചെറിയൊരു വിവരണമുണ്ട്. ആ വിവരണം മനസ്സിലാക്കണം. ആ വിവരണം ആരോഗ്യത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാൻ. ആരോഗ്യത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അത് വളരെ കൗതുകകരമായിട്ടാണ് പറയുന്നത്. ഞാനത് പറയാം. തല്ലക്ഷണം 15 പ്രകാരം. 15 തരത്തില് അതിന്റെ ലക്ഷണങ്ങളുണ്ട്. എന്തിന്റെ? ആരോഗ്യത്തിന്റെ ലക്ഷണങ്ങളുണ്ട് പറയുക. എന്തൊക്കെയാ അത്? ആഹാരകാംക്ഷാസ്വദനം വിപാകഃ പുരീഷമൂത്ര അനിലസൃഷ്ടതാച തഥേന്ദ്രിയാർത്ഥഗ്രഹണേ ച ശക്തിഃ മനഃസുഖത്വം ബലവർണ്ണലാഭഃ സ്വപ്ന സുഖേന പ്രതിബോധനം ച. അപ്പോ തല്ലക്ഷണം 15 പ്രകാരം, 15 തരത്തിലുള്ള ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ളതാണ് ആരോഗ്യം എന്ന് പറയുക. എന്നിട്ട് ആ 15 എണ്ണത്തിനെ പറ്റി പറയുക. എന്താ? ആഹാരകാംക്ഷാസ്വദനം വിപാകഃ. ആഹാരത്തിലുള്ള ആഗ്രഹം, വിശപ്പ്, രുചി, ദഹനം, പിന്നെയോ മലമൂത്രങ്ങളുടെയും മറ്റ് മാലിന്യങ്ങളുടെ, പ്രത്യേകിച്ചും ഇവിടെ 3 പറയുന്നത്. പുരീഷമൂത്രാനില സൃഷ്ടത. പുരീഷമൂത്രാനില. പുരീഷം എന്ന് പറഞ്ഞാൽ വളരെ സ്ഥൂലമായിട്ടുള്ള മലം, മൂത്രം എന്ന് പറഞ്ഞാൽ മൂത്രം, അനിലൻ എന്ന് പറഞ്ഞ വായു, അധോ വായു. തഥാ ഇന്ദ്രിയാർത്ഥഗ്രഹണേ ശക്തി. 5 ഇന്ദ്രിയങ്ങൾക്കും അതാതിൻ്റെ വിഷയങ്ങളെ വേണ്ട രീതിയിൽ ഗ്രഹിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള ശേഷി. മനസ്സുഖത്വം, മനസ്സിന്റെ പ്രസാദം. ബലവർണ്ണലാഭ, ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള വർണ്ണത്തിന്റെയും ബലത്തിന്റെയും സാന്നിധ്യം. സ്വപ്ന, ഉറക്കം, നല്ല പോലെ ഉറങ്ങാൻ സാധിക്കുക. സുഖേന പ്രതിബോധനം ച, ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയത്ത് യാതൊരുവിധ ക്ലേശങ്ങളും ഇല്ലാണ്ട് സുഖമായിട്ട് ഉണരാൻ സാധിക്കുക. അപ്പോ ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് ആരോഗ്യത്തെ അറിയേണ്ടത്. അതല്ലാതെ പലതരത്തിലുള്ള രോഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇല്ല 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 എന്ന് നിശ്ചയിച്ചിട്ട് രോഗങ്ങളുടെ അസാന്നിധ്യത്തിലൂടെയല്ല അറിയേണ്ടത് എന്നർത്ഥം. ഈ ലക്ഷണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് വളരെ സൂക്ഷ്മമായിട്ട് ആലോചിച്ചാലും വളരെ സ്ഥൂലമായിട്ട് ആലോചിച്ചാലും അത് വലിയ സന്ദേശങ്ങളാണ് നമുക്ക് തരുന്നത്. അത്തരത്തിലുള്ള ലക്ഷണങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഭാവാത്മകം എന്ന് പറയുന്ന ആരോഗ്യം, അതിനെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് എന്ന് ചുരുക്കം. അല്ലാണ്ട് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ കഴിച്ച് ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള സുഖാനുഭവങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നിരന്തരമായിട്ടുള്ള വൈദ്യന്മാരുടെ മേൽനോട്ടത്തില് അങ്ങനെ കഴിച്ചു കൂട്ടുന്നതിനെയല്ല എന്ന് ചുരുക്കം. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. മൊത്തത്തില് ഈ വൈദ്യന്മാരുടെയും ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും ഒക്കെ ഒരു അമിത സമ്പർക്കവും സാന്നിധ്യവും കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ബോധമാണ് എന്ത്? രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കലാണ് ആരോഗ്യം എന്ന തോന്നൽ എന്ന് ചുരുക്കം. അപ്പൊ അത് പറഞ്ഞത് ആരോഗ്യത്തിനെ സംബന്ധിച്ചുള്ള ആയുർവേദത്തിന്റെ ഒരു ദർശനം എന്താണ് എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പൊ അതിൽ നമ്മൾ കണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സുഖത്വം എന്നുള്ളതാണ്. അവിടെ പുതിയൊരു തത്വം കയറി വരിക. എന്താ തത്വം? മനസ്സ് എന്ന് പറയുന്ന തത്വം.
മനസ്സിന്റെയും ശരീരത്തിന്റെയും പാരസ്പര്യം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സ് എന്ന് പറഞ്ഞാൽ ആരാ? മനസ്സ് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ, എളുപ്പം മനസ്സിലാക്കാൻ എന്നാണ് കേട്ടോ പറയണ വാക്ക് തന്നെ. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ ആലോചനകളുടെ അധിപനാണ് മനസ്സ്. നല്ലത് ചീത്ത, ശരി തെറ്റ്, ആകാവുന്നത് അരുതാത്തത്, കൊള്ളാവുന്നത് തള്ളാവുന്നത്, ഇപ്പോ പിന്നീട്, ഇങ്ങനെ ഒരാള് നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന അനന്തമായ സന്നിഗ്ധതകളില് ഒരു നിശ്ചയമുണ്ടാക്കുന്ന ഒരു തത്വം നമ്മളിലുണ്ട്. ആ തത്വത്തിന് നമ്മൾ ബുദ്ധി എന്നാ പറയുക. ആ ബുദ്ധി പ്രവർത്തിക്കുന്നത് മനസ്സ് എന്ന് പറയുന്ന വേദി കൂടെയാണ്. അവിടെയാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത്, ആ വേദിയിലാണ്. അപ്പോ സാങ്കേതികമായിട്ട് ഇത് ബുദ്ധി മനസ്സ് എന്നൊക്കെ പറയുമെങ്കിലും ഇത് അത്രയും ചേർന്നാണ് ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ബുദ്ധി തന്നെ മനസ്സ്, മനസ്സ് തന്നെ ബുദ്ധി എന്ന നിലയിൽ പോലും, കാരണം അത്രയും സൂക്ഷ്മമാണ് അവർ തമ്മിലുള്ള ബന്ധം, അത്രയും ഗാഠമാണ് അവർ തമ്മിലുള്ള ബന്ധം, അത്രയും അവിച്ഛേദ്യവുമാണ് അവർ തമ്മിലുള്ള ബന്ധം എന്ന് ചുരുക്കം. അപ്പൊ അത് രണ്ടും ഒന്ന് തന്നെയെന്ന് മനസ്സിലാക്കുന്നതാണ് എളുപ്പം. ഏത് തീരുമാനത്തിനെ സംബന്ധിച്ച് നോക്കിയാലും, ഏത് മനുഷ്യനെ സംബന്ധിച്ച് നോക്കിയാലും എന്തിനാ തീരുമാനം എടുക്കുന്നത്? തനിക്ക് സുഖമുണ്ടാവണം, തൻ്റെ ദുഃഖം ഒഴിവാക്കണം, ഇതാണ് ലക്ഷ്യം. ഈ വിഷയത്തില് മനസ്സിനാണ് സ്വാധീനം. ഒരാളുടെ കടന്നുപോകുന്ന ദുഃഖാനുഭവങ്ങളുടെ ഓർമ്മകളാല് ആ അനുഭവങ്ങളുടെ കടുംപിടുത്തത്തിൽ നിന്ന് പുറത്തു കടക്കാനാകാതെ വരുന്ന സമയത്ത്, ഇപ്പൊ വീണ്ടും വളരെ ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, ഉടനെ എത്തും എന്നുള്ള തരത്തില് ചില ദുഃഖകരങ്ങളായിരിക്കുന്ന അനുഭവങ്ങളെ പ്രതീക്ഷിക്കുന്ന സമയത്ത്, അപ്പോഴൊക്കെ തന്നെയും മനസ്സിന് അതിൻ്റെ സ്വാസ്ഥ്യം, സ്വച്ഛത അതൊക്കെ നഷ്ടപ്പെടും. ഇത് തിരിച്ചും സംഭവിക്കും. മനസ്സിന് തെളിച്ചമില്ലാണ്ട് നിൽക്കുന്ന സമയത്ത് എല്ലാ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ദുഃഖകരമാണ് എന്ന് തോന്നിക്കും എന്ന് ചുരുക്കം. പ്രത്യാശയ്ക്ക് ഒരു വഴിയുമില്ല എന്ന നില വന്നു ചേരും എന്ന് ചുരുക്കം. അതേ സമയത്ത് സുഖമാണ് എന്ന് മനസ്സ് കരുതുന്ന സമയത്ത് ജീവിതത്തിന് പ്രകാശപൂർണമാണ് അത് എന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാവുക എന്ന് ചുരുക്കം. ഇങ്ങനെയുള്ള ഈ മനസ്സ് ശരീരമാകുന്ന കൂട്ടിലാണ് താമസം. ശരീരമാകുന്ന കൂട്ടിലാണ് ഈ മനസ്സിന്റെ താമസം. ഈ കൂടിനെയും കൂട്ടിൽ താമസിക്കുന്ന ആ കൂട്ടരെയും, അതായത് മനസ്സിനെയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാൻ ഒരു പറഞ്ഞു പഴകിയ ഒരു ഉദാഹരണമുണ്ട്. എന്താണ് ആ ഉദാഹരണം? നെയ്യും കുടവും പോലെ എന്നാണത്. നെയ്യും കുടവും പോലെ. മനസ്സ് നെയ്യ്, ശരീരം കുടം. തിളച്ചു മറയണ നെയ്യ് കുടത്തിലേക്ക് പകർന്നു എന്ന് വിചാരിക്കുക, എന്തുണ്ടാവും? കുടവും ചൂട് പിടിക്കും. അത് സംശയമൊന്നുമില്ല എന്നർത്ഥം. അതുപോലെ ചൂട് കയറി നല്ല പോലെ പഴുത്തിരിക്കുന്ന ഒരു കുടത്തിലേക്ക് ഉറച്ചിരിക്കുന്ന നെയ്യാണ് പകരണത് എന്ന് വെച്ചാലും എന്തുണ്ടാവും? ആ നെയ്യും ചൂടാവും, നെയ്യ് ഉരുകും എന്ന കാര്യത്തിലും യാതൊരു തർക്ക വിതർക്കങ്ങൾക്കും ഇടമില്ല എന്ന് ചുരുക്കം. ഇതേപോലെ നമ്മൾ ഇവിടെ പറയുന്ന കൂടും കൂട്ടിലെ താമസക്കാരനും ശരീരവും മനസ്സും സുഖദുഃഖങ്ങളെ തമ്മിൽ
പങ്കുവെക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആരോഗ്യത്തിന്റെ ലക്ഷണം പറയുന്ന സമയത്ത് മനസ്സുഖത്വം എന്നൊരു സ്റ്റേറ്റ്മെന്റ് അതിൽ കണ്ടത്. അപ്പോ ആരോഗ്യം എന്ന് പറയുന്ന സങ്കല്പനത്തില് ഈ കൂടും കൂട്ടരും തമ്മിലുള്ള ബന്ധം എന്താണ്, എത്രമാത്രം സമരസപ്പെട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ നിർണായകമായ ചില പരിഗണനയായി മാറും എന്ന് ചുരുക്കം. അപ്പൊ ചുരുക്കത്തില് വ്യക്തി അയാളുടെ മനസ്സ് ശരീരം എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങള്, അപ്പൊ സുഖകരം എന്നുള്ള നിലയ്ക്ക് വന്നു, അയാളുടെ ജീവിതവുമായി പല തലത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ലോകം, കുടുംബം, സമൂഹം, ഇതിനെയൊക്കെ പല തലങ്ങളിൽ കൂട്ടി ഘടിപ്പിക്കുന്നതായിട്ടുള്ള ആചാരങ്ങള്, ശീലങ്ങള്, സാംസ്കാരിക പരിശീലനങ്ങള് എന്നിങ്ങനെ നോക്കിയാല് വളരെ സമഗ്രമായിരിക്കുന്ന ആരോഗ്യം എന്ന് പറയുന്നതിന്റെ ചിത്രം അത്ര ലളിതമാവണമെന്നില്ല, വളരെ സങ്കീർണമാവാനാണ് സാധ്യത. പക്ഷേ ആയുർവേദം ഈ വിഷയത്തെ വളരെ ഋജുവായി, വളരെ ലളിതമായി, സത്യസന്ധമായി അഭിമുഖീകരിക്കുവാൻ വേണ്ടുന്ന മാർഗനിർദ്ദേശം തരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുള്ള ഒരു മാർഗനിർദ്ദേശം ആയുർവേദം നമുക്ക് തരുന്നു. അപ്പോ രോഗവിവരണം, അതിന്റെ ചികിത്സ എന്ന നിലയിൽ സാമ്പ്രദായികമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന രോഗകേന്ദ്രീകൃതമായിട്ടുള്ളതല്ലാത്ത, ഔഷധ കേന്ദ്രീകൃതമായിട്ടുള്ളതല്ലാത്ത, പിന്നെയോ ആരോഗ്യോന്മുഖമായ ഒരു ജീവിത ദർശനം ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നു എന്ന് ആണ് ഊന്നലോടുകൂടി പറയേണ്ടത്. ഇത് ഞാൻ പറയുന്ന സമയത്ത് ചില ഉദാഹരണങ്ങളെ കൊണ്ട് ഈ ദർശനത്തെ പരിചയപ്പെടുത്തേണ്ടുന്ന ചുമതല കൂടി ഞാൻ ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്. അതിനാണ് അടുത്ത കുറച്ച് ഭാഗം, എൻ്റെ ഈ പ്രഭാഷണത്തിലെ അവസാന ഭാഗത്തില് ഞാൻ ശ്രമിക്കുന്നത്. വൈദ്യത്തില് സംഹിതാകാരന്മാരായിട്ടുള്ള പല ആചാര്യന്മാരില്, ചരകാചാര്യൻ, സുശ്രുതാചാര്യൻ എന്നിങ്ങനെയുള്ള ആ ആചാര്യന്മാരുടെ വലിയ ശ്രേണിയില്, പട്ടികയില് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്ന ആചാര്യൻ വാഗ്ഭടാചാര്യനാണ്. വാഗ്ഭടൻ ഒരുപക്ഷെ കേരളീയ വൈദ്യത്തിന്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന അഷ്ടാംഗഹൃദയം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ശ്രീ വാഗ്ഭടൻ. അദ്ദേഹം വേറെയും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ അഷ്ടാംഗ സംഗ്രഹം, എൻ്റെ ഗുരുനാഥനായിട്ടുള്ള വൈദ്യഭൂഷണം കെ രാഘവൻ തിരുമുൽപ്പാട് വളരെ സമഗ്രമായിട്ടുള്ള പ്രകാശിക എന്ന പേരിലുള്ള വ്യാഖ്യാനം രചിച്ചത് അഷ്ടാംഗ സംഗ്രഹത്തിനാണ്. അങ്ങനെ ഒരു ഗ്രന്ഥം കൂടെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങള് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആയുർവേദം മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുന്ന സമഗ്ര ജീവിത ദർശനത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങൾ. രണ്ട് ഗ്രന്ഥങ്ങളും അതെ, പ്രത്യേകിച്ചും ഈ അഷ്ടാംഗ ഹൃദയം. അതെങ്ങനെയാണ് എന്ന് നമുക്ക് കാണാം. ഒരു വ്യക്തി എന്നുള്ള നിലയിലും സമൂഹത്തിലെ ഒരു അംഗം എന്നുള്ള നിലയിലും ഓരോ ദിവസവും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്ന ഒരു അധ്യായമുണ്ട് അഷ്ടാംഗ ഹൃദയത്തിൽ. ആ അധ്യായത്തിന്റെ പേര് ദിനചര്യ എന്നാണ്. ദിനചര്യാധ്യായം. ഒരു ദിവസത്തിനെ സംബന്ധിച്ചിട്ടുള്ള വളരെ വിസ്തരിച്ചുള്ള
വളരെ വിശേഷിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ ഈ ദിനചര്യാധ്യായത്തിൽ കാണുക. ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വ്യക്തി ശുചിത്വം പാലിക്കുക, അതിലെ പല്ലു തേപ്പുൾപ്പെടെയുള്ള പ്രഭാത കൃത്യങ്ങൾ എങ്ങനെയാണ് ആരോഗ്യകരമായി നിർവഹിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് വ്യായാമം ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുളിക്കേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഇന്നിങ്ങനെയുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ മനോഹരമായി യുക്തിയുക്തമായി വിസ്തരിച്ച് പറഞ്ഞതിന് ശേഷം സമൂഹത്തിലെ ഒരംഗം, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സുഖകരമായ ആയുസ്സിനെ എങ്ങനെ ഹിതകരം കൂടിയാക്കാം എന്ന് ആലോചിക്കുന്ന സമയത്താണ് ഈ ഭാഗം പ്രസക്തമാകുന്നത്. സമൂഹത്തിലെ ഒരംഗം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് എങ്ങനെ സുഖകരമാക്കാം എന്ന നിലയിൽ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതിന് ചില ഉദാഹരണങ്ങൾ, എല്ലാം കൂടെ പറയാൻ എനിക്ക് ഒരു സത്സംഗം പോരാ. അതുകൊണ്ട് സ്ഥലീപുലാക ന്യായം എന്നൊക്കെ പറയുന്നത് പോലെ അതിലെ ചില മുത്തുകളെ മാത്രം എടുത്തുകൊണ്ട് എന്താണ് ആ മാലയുടെ സ്വഭാവം എന്ന് വിശദമാക്കാനാണ് ഞാൻ ശ്രമിക്കുക എന്ന് ചുരുക്കം. ചില വാക്യങ്ങൾ, ഉദാഹരണത്തിന് ഒന്ന്, സുഖാർത്ഥ സർവഭൂതാനം മദാ സർവാ പ്രവൃത്തയഃ സുഖം ച ന വിനാ ധർമാത് തസ്മാത് ധർമ്മപരോ ഭവേത്. നമ്മളോട് പറയുകയാണ്, എന്താ പറയണത്? എല്ലാ പ്രവൃത്തികളും, ഏത് ജീവജാലമാവട്ടെ, എല്ലാ ജീവജാലങ്ങളും, ഏത് ജീവജാലത്തിന്റെയും പ്രവൃത്തികളെല്ലാം തന്നെ എന്ത് കരുതിയിട്ടാണ്? സുഖത്തെ ഉദ്ദേശിച്ചിട്ടാണ്. സുഖത്തെ ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷേ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ സുഖത്തിന് വേണ്ടിയുള്ള ഓട്ടത്തില്, അന്വേഷണത്തില്, അത് നേടിയെടുക്കാനുള്ള പരിശ്രമത്തില് നമ്മൾ എന്ത് മനസ്സിലാക്കണം? സുഖം ചന വിനാധർമാത്. ധാർമ്മികമായിട്ടല്ല എങ്കിൽ, ധർമ്മത്തെ മുറുകെ പിടിക്കുന്നില്ല എങ്കിൽ സുഖം ച ന വിനാധർമാത്, വിനാധർമാത് ധർമ്മത്തോടു കൂടിയിട്ടല്ലാതെ ന സുഖമില്ല. അതുകൊണ്ട് തസ്മാത് ധർമ്മപരോ ഭവേത്, ധർമ്മപരനായിരിക്കണം, ധർമ്മത്തിൽ അടിയുറച്ചു നിൽക്കുന്നവനാവണം, ധർമ്മത്താൽ നയിക്കപ്പെടുന്നവനാവണം എന്നാണ്. ഒരു ഉദാഹരണമാണ്, സുഖാർത്ഥ സർവഭൂതാനാം മദാ സർവാ പ്രവൃത്തയഃ സുഖം ചെന്ന വിനാധർമാത് തസ്മാത് ധർമ്മപരോ ഭവേത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ പാപം പലപ്പോഴും ആയുർവേദത്തിന് എതിരെയുള്ളൊരു ആരോപണമാണ്. ആയുർവേദം ഇപ്പോഴും ഏതോ പഴയ യുഗത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോഴും അത് പാപത്തെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്, പുണ്യത്തെ പറ്റി. എന്താ പാപം എന്ന് പറയുന്ന സങ്കല്പം ആയുർവേദത്തില്? അതാണ് നമ്മൾ അടുത്തത് പറയാൻ. 10 പാപങ്ങളെ പറ്റിയിട്ട് പറയുക. ഈ 10 പാപങ്ങളും രോഗകാരണങ്ങളാണ്, ആരോഗ്യം നശിപ്പിക്കുന്നതാണ്, ജീവിതത്തിന്റെ സുഖം കളയുന്നതാണ്. എന്തൊക്കെയാ 10 പറയാണ്? ഹിംസ, സ്തേ അന്യഥാ കാമം, പൈശൂന്യം, പരുഷാനൃതേ, സംഭിന്നലാപം, വ്യാപാദം, അഭിദ്യാം, ദൃഗ്വിപര്യം, പാപം കർമ്മേതി ദശധാ കായവാങ്മാനസൈസ്ത്യജേത്. 10. ഹിംസ, സ്തേയം, അന്യഥാകാമം, പൈശൂന്യം, പരുഷം, അനൃതം, സംഭിന്നാലാപം, വ്യാപാദം, അഭിദ്യ, ദൃഗ്വിപര്യം. എന്തൊക്കെയായി പറഞ്ഞു കഴിഞ്ഞാല് വേഗം പറയാം. ഹിംസ എന്ന് പറഞ്ഞാല് വധം, കൊല്ലുക. സ്തേയം എന്ന് പറഞ്ഞാല് മോഷ്ടിക്കുക. അന്യഥാകാമം എന്ന് പറഞ്ഞാല് നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത മറ്റൊന്നിനെ കാമിക്കുക. പൈശൂന്യം എന്ന് പറഞ്ഞാല്
ഒരാളുടെ അസാന്നിധ്യത്തില് അയാളെ പറ്റി ചീത്ത വർത്തമാനം പരദൂഷണം പറയുക. പരുഷം എന്ന് പറഞ്ഞാല് കയർത്ത് സംസാരിക്കുക. അനൃതം എന്ന് പറഞ്ഞാല് പൊളി പറയുക, അസത്യം പറയുക. സംഭിന്നാലാപം എന്ന് പറഞ്ഞാല് ഒരു ഉറപ്പില്ലാത്ത വായ തോന്നിയത് പറഞ്ഞുകൊണ്ട് നടക്കുക. വ്യാപാദം എന്ന് പറഞ്ഞാല് വേറെ ഒരാളെ വകവരുത്തുന്നത് എങ്ങനെ, അയാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് ചിന്തിക്കുക. അഭിദ്യ എന്ന് പറഞ്ഞാല് വേറെ ഒരാളുടെ ഗുണത്തിലുള്ള അസഹിഷ്ണുത വെച്ച് പുലർത്തുക. ദൃഗ്വിപര്യം എന്ന് പറഞ്ഞാല് ഉത്തമന്മാരായിട്ടുള്ള ആളുകളുടെ വാക്കുകളില് അഭിപ്രായങ്ങളില് സംശയം വെച്ച് പുലർത്തുക. എത്ര സമഗ്രമായിട്ടുള്ള മേഖലകൾ അത് സ്പർശിച്ചു എന്ന് ആലോചിക്കണം. ഈ 10 ആയുർവേദത്തിൽ പാപം എന്ന് പറയുന്നത്. ഈ പാപങ്ങളെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരീരം കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ ഉണ്ടാവും, വാക്കുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ ഉണ്ടാവും, മനസ്സുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ ഉണ്ടാവും. നമുക്ക് 3 തരത്തിലേ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ശരീരം കൊണ്ട്, അല്ലെങ്കിൽ വാക്കുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട്. അപ്പൊ എല്ലാ തരം കർമ്മങ്ങളിൽ നിന്നും ഈ പാപങ്ങളെ മാറ്റി നിർത്തണം എന്ന് പറയുക. പാപം കർമ്മേതി ദശധാ കായവാങ് മാനസൈസ്ത്യജേത്. അത് മറ്റൊന്ന്. പിന്നെ നമ്മളോട് പറയാണ് ആത്മവത് സതതം പശ്യേത് അഭി കീടപിപീലികം. ആത്മവത് സതതം പശ്യേത് അഭി കീടപിപീലികമഭി. കീടപിപീലികങ്ങളെപ്പോലും ആത്മവത് പശ്യേത്, ആത്മവത് അവനവനെ പോലെ കാണണം, അല്ലെങ്കിൽ ജീവനുള്ളവയാണ് എന്ന് കാണണം. അല്ലെ, ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പാദശകത്തിന് തുടങ്ങണ ഭാഗത്ത് നമ്മളോട് പറയുന്നുണ്ട്, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും എന്നാണ് അനുകമ്പാദശകത്തില് ഗുരുദേവൻ തുടങ്ങണത്. ഇവിടെ ഇതാണ് കാരണം. ഗുരുദേവൻ വൈദ്യനായിരുന്നു. അപ്പൊ അതിൽ പറയാണ് ആത്മവത് സതതം പശ്യേത് അഭി കീടപിപീലികം എന്നാണ്. കീടപിപീലികങ്ങൾ, ഈ കീടങ്ങളെയും എറുമ്പുകളെയും പോലും അവനവനെ പോലെ കാണണം. അല്ലെങ്കിൽ അവനവന് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെ വേറൊരാൾക്ക് വേണ്ടി ചെയ്യരുത്. ഇത് ചെയ്താൽ എനിക്ക് ഇഷ്ടാവില്ല എന്ന് എനിക്ക് ബോധ്യമുള്ള ഒരു സംഗതിയെ വേറൊരാൾക്ക് വേണ്ടി ചെയ്യാൻ പുറപ്പെടരുത് എന്ന് ചുരുക്കം. പിന്നെ മറ്റൊന്ന് പറയണം. എന്താ പറയണത്? ഉപകാര പ്രധാന സ്യാത് അപകാര പരേപ്യരൗ. അപകാര പരേ അരൗ അപി. നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്ന, നമുക്ക് അപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ശത്രുവിൽ പോലും ഉപകാര പ്രധാനനായിട്ടിരിക്കുക, ഉപകാരം ചെയ്യുന്നതിൽ ശ്രദ്ധാലുവായിട്ടിരിക്കുക. അതേപോലെ പറയാണ് സമ്പദ്വിപൽ സ്വേഗമന. സമ്പത്തിലും ക്ഷയത്തിലും ഒരേപോലെ മനസ്സിന് ഉറപ്പ് നിലനിർത്തുക. വൈദ്യത്തിലായി പറയുന്നത്. അതേപോലെ നമ്മളോട് ഓർമ്മിപ്പിക്കുക, കാലേ ഹിതം മിതം ബ്രൂയാത്. എപ്പ സംസാരിക്കണം? കാലേ, പറയേണ്ടുന്ന സമയത്ത്. മിണ്ടാതിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠമാണ് സംസാരിക്കുന്നത് എന്ന് ബോധ്യമുള്ള സമയത്ത്. ഹിതം ബ്രൂയാത് മിതം ബ്രൂയാത്. ഹിതമായത് പറയണം, മിതമായത് പറയണം. ഹിതമായിട്ട് പറയുക പറഞ്ഞാല് എന്താണോ നേരത്തെ പറഞ്ഞതുപോലെ തനിക്കും മുഴുവൻ ആളുകൾക്കും സുഖകരമാവുക അതുപോലെ ഉള്ള കാര്യങ്ങൾ പറയണം. മിതം, നിശ്ചയിപ്പിച്ചുറച്ചിട്ടുള്ളത്. എന്തെങ്കിലും വായത്തോന്ത് പറയല്ല, കൃത്യമായ അളന്നു തൂക്കി സംസാരിക്കണം. അതുപോലെ വാഗ്ഭടൻ നമ്മളോട് പറയാണ് നൈക സുഖീ. ഒറ്റയ്ക്ക് സുഖങ്ങൾ അനുഭവിക്കരുത്. സുഖങ്ങൾ എന്തിനുള്ളതാണ്? പങ്കുവെക്കാനുള്ളതാണ്. നൈക സുഖീ. അതുപോലെ വളരെ രസകരമായിട്ടുള്ള പിന്നെയും ചില വാക്യങ്ങൾ. ഒരെണ്ണം എന്താ അറിയോ? മദ്യവിക്രയ സന്ധാന ദാനാദാനാനി നാചരേത്. മദ്യവിക്രയ സന്ധാന ദാനാദാനാനി നാചരേത്. മദ്യത്തിന്റെ വിൽപ്പന, അതിന്റെ നിർമ്മാണം,
അതിൻ്റെ സ്വീകരിക്കല്, അതിനെ ദാനം ചെയ്യല്, ഇതൊന്നും തന്നെ പാടില്ല. വീണ്ടും ഗുരുദേവനിലേക്ക് പോകണം അല്ലെ. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നൊക്കെ നമ്മളോട് നിരന്തരം ഓർമ്മിപ്പിച്ച മഹാത്മാവാണ് ഗുരുദേവൻ. മദ്യവിക്രയ സന്ധാന ദാനാദാനാനി നാചരേത്. പിന്നെയോ ആർദ്രസന്ധാനതാ ത്യാഗ കായവാക്ചേതസാം ദമഃ സ്വാർത്ഥബുദ്ധി പരാർത്ഥേഷു പര്യാപ്തമിതി സദ്വ്രതം. ഇത്രയായാൽ സദ്വ്രതമായി. ഇതിനെപ്പറ്റി ഇതിനേക്കാൾ കൂടുതൽ ഒന്നും ആലോചിക്കണ്ട. എന്തൊക്കെയാ അത്? വളരെ ചെറിയ കാര്യങ്ങൾ. എന്താ അത്? ആർദ്രസന്ധാനത. എന്താ ആർദ്രസന്ധാനത എന്ന് പറഞ്ഞാൽ പരമമായിരിക്കുന്ന കാരുണ്യം. ത്യാഗ, ത്യജിക്കാനുള്ള സന്നദ്ധത. കായവാക് ചേതസാം ദമഃ. കായം, വാക്ക്, ചേതസ്. ചേതസ് മനസ്സ്. അപ്പൊ കായം ശരീരം, ശരീരം, വാക്ക്, മനസ്സ്, ഇവയുടെ അടക്കം. കായവാക് ചേതസാം ദമഃ. സ്വാർത്ഥബുദ്ധി പരാർത്ഥേഷു. പരാർത്ഥേഷു സ്വാർത്ഥബുദ്ധി. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അത് എൻ്റെ കാര്യമാണ് എന്ന തോന്നലോടുള്ള ഉത്സാഹത്തിൽ പ്രവർത്തിക്കൽ. പര്യാപ്തമിതി സദ്വ്രതം. ഇത്രയായാൽ സദ്വൃത്തമായി, ഇത്രയായാൽ സദാചാരമായി. അതുപോലെ നക്തം ദിനാനി മേയാന്തി കഥം ഭൂതസ്യ സംപ്രതി ദുഃഖഭാങ് ന ഭവത്യേവം നിത്യം സന്നിഹിത സ്മൃതി. ഇങ്ങനെയായാൽ നിങ്ങൾക്ക് ദുഃഖം വരികയില്ല. എങ്ങനെയായാല്? അതിന് പറയാണ്, എൻ്റെ ദിനരാത്രങ്ങൾ എങ്ങനെ ഇരിക്കുന്നതായ എൻ്റെ ദിനരാത്രങ്ങൾ ഏതു പ്രകാരത്തിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സംപ്രതി, ഇപ്പോൾ, ഈ നിമിഷത്തിൽ, എന്നുവെച്ചാൽ ഓരോ നിമിഷത്തിലും യാതൊരാൾ സ്മൃതിമാനായിട്ടിരിക്കുന്നുവോ, ആലോചിച്ചുകൊണ്ടിരിക്കുന്നുവോ, ബോധ്യത്തിലിരിക്കുന്നുവോ, അയാളെ ദുഃഖം ബാധിക്കുകയില്ല. ഏത് ദേശത്ത് പെരുമാറുന്ന, ഏത് കാലത്ത് ജീവിക്കുന്ന, എത്ര വയസ്സുള്ള, ഏത് മാനസികാവസ്ഥയിലുള്ള, എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇപ്പോഴത്തെ ദിനരാത്രങ്ങൾ, ഇന്നത്തെ ദിനരാത്രങ്ങൾ, സംപ്രതി, ഇപ്പോ എന്നാണ്, നൗ. ഈ നൗ, ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിനെ വെച്ചിട്ടാണ് ഇപ്പൊ ഒരു സിസ്റ്റം തന്നെ, മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. എങ്ങനെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ആലോചനയുള്ളവന്, സ്മൃതിയുള്ളവന്, ഓർക്കുന്നവന് ദുഃഖത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് ചുരുക്കം. ഇങ്ങനെ നിരന്തരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ചില മുത്തുകളെ എടുത്ത് കാണിച്ചിട്ട് ഇതുകൊണ്ടുണ്ടാക്കിയതാണ് മാല എന്ന് പറയുന്നത് പോലെ വളരെ പേരിനുമായി മാത്രം ഉദാഹരിക്കപ്പെട്ട ഒരു വൈദ്യഗ്രന്ഥത്തില് ഒരാളും പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്ത സദ്വൃത്തത്തിന്റെ, സദാചാരത്തിന്റെ വിവരണങ്ങളിലൂടെയാണ് സമഗ്രമായ, സന്തുലിതമായ, എല്ലാ തരത്തിലും സുഖകരവും ഹിതകരവുമെന്ന് നിസ്സംശയം പറയാവുന്ന ഒരു ജീവിത മാർഗത്തിന്റെ മഹാദർശനം വാഗ്ഭടാചാര്യൻ രേഖപ്പെടുത്തുന്നത്. ഈ വാഗ്ഭടന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ പ്രശസ്തമായതുകൊണ്ട് ഞാൻ ഉദാഹരിച്ചു എന്നേ ഉള്ളൂ. വാഗ്ഭടൻ ഇങ്ങനെ പറയുന്നുണ്ട്, മറ്റുള്ള ആളുകൾ പറയുന്നില്ല എന്ന് കരുതരുത്. ചരക സംഹിതയിൽ, സുശ്രുത സംഹിതയിലൊക്കെ തന്നെ ഒരുപക്ഷെ വിവരണത്തിന്റെ ഊന്നലിൽ ചില ഏറ്റിറക്കങ്ങൾ ഉണ്ടാവാമെങ്കിലും ഇതേ ആശയങ്ങളെ ഇത്രയും തന്നെയോ ഇതിലുമേറെയോ മനോഹാരിതയോടുകൂടി അവതരിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണാം. അപ്പൊ അതുകൊണ്ട് എന്താണ് ആയുർവേദം മുന്നോട്ട് വെക്കുന്ന ദർശനം എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ആയുർവേദത്തിന്റെ ജീവിത ദർശനം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എൻ്റെ ഗുരുനാഥനായിട്ടുള്ള വൈദ്യഭൂഷണം കെ രാഘവൻ തിരുമുൽപ്പാട്ടിനെ ഞാൻ ഈ സമയത്ത് വളരെ അഗാധമായിട്ടുള്ള ഒരു ഓർത്തെടുക്കുകയാണ്, വളരെ ആഴത്തിൽ ഓർത്തെടുക്കുകയാണ്. കാരണം അദ്ദേഹം എപ്പോഴും ഊന്നി പറയാറുള്ള ഒരു സംഗതി, ആരോഗ്യാധിഷ്ഠിതമായ ഒരു ജീവിത സംവിധാനമാണ് ചികിത്സാധിഷ്ഠിതമായ ഒരു ആരോഗ്യരക്ഷാ സംവിധാനമല്ല നമുക്ക് അഭികാമ്യം. അതായത് ചികിത്സാധിഷ്ഠിതമായിരിക്കുന്ന ഒരു ആരോഗ്യ രക്ഷാ സംവിധാനത്തിന്റെ പുറത്ത് നാം ഓപ്റ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? ആരോഗ്യാധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിത സംവിധാനത്തെ പറ്റിയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ദർശനം എന്ന് പറയാറുള്ളത്
ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. എനിക്ക് ഈ അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോട് ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം, നന്ദി, സന്തോഷം, ചാരിതാർത്ഥ്യം ഒക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. അധികം സംസാരിച്ചില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. നമസ്കാരം.